some men's മരിക്കും, I mean forget. രണ്ടുപേരും ഹാപ്പി ആയതിനു ശേഷം മാത്രം സെക്സ് നിർത്താം. ആൺകൾ വന്നിട്ട് വാഷ്റൂം പോകുമ്പോ നിന്നിട്ട് അവർക്ക് ചെയ്യാം. ഈവൻ അനിമൽസ് ആർ ഹാവിങ് സെക്സ്. അതിനുശേഷം മാത്രമേ ബെഡ് നിന്നിട്ട് പോകാൻ പാടുള്ളൂ. ഭാര്യയായിട്ട് താല്പര്യമില്ല, അല്ല ഭർത്താവായിട്ട് എനിക്ക് താല്പര്യമില്ല. 1 വർഷം 2 വർഷം കഴിയുമ്പോൾ എനിക്ക് എന്റെ ഭാര്യയെ മടുത്തു, അല്ലെ എനിക്ക് എന്റെ ഭർത്താവിനെ മടുത്തു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഗുരുദേവ്. എന്റെ പേര് കീർത്തന. വെൽക്കം ബാക്ക് ടു ഗുരുദേവ് കീർത്തനാസ് യൂട്യൂബ് ചാനൽ. പറ, എനിക്ക് നാണാവെന്ന് പറയാൻ. പെണ്ണ് പോലെ നാണം പോലും. എനിക്ക് നാണാവുന്നു ഇതിനെപ്പറ്റി സംസാരിക്കാൻ. തന്നെ പറ. ഓക്കെ, നമ്മൾ ഇന്ന് ഒരു ബോൾഡ് ടോപ്പിക് പറ്റി നമ്മൾ സംസാരിക്കാൻ പോകുന്നുണ്ട്. ഐ ഡോണ്ട് തിങ്ക് എനി ഓഫ് ദി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട്, കപ്പിൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ സംസാരിക്കുമോ അറിയില്ല. ബട്ട് വി തോട്ട് ഓഫ് ഓക്കെ, ഒരു ബോൾഡ് ടോപ്പിക് പറ്റി നമുക്ക് സംസാരിക്കാന്ന് നമ്മൾ ഇപ്പോ ചിന്തിച്ചു. കാരണം ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ, ഒരുപാട് ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുന്നതും ബാധിച്ചതുമായ ഒരു കാര്യമാണിത്. കാരണം ഇത് ഇല്ലാണ്ട് ഒരു ഒരു റിലേഷനും ഹാപ്പി ആവില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാനാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ എത്ര പേര് ഇത് ആക്സെപ്റ്റ് ചെയ്യും നമ്മൾ ഈ ഒരു ടോക്ക്, അല്ലെ? ചിലർ ഇതെന്താണ് ഇവർ ഈ സംസാരിക്കുന്നത്, അയ്യേ ഇതൊക്കെ പുറത്തേക്ക് സംസാരിക്കേണ്ട കാര്യം, അത് ഭയങ്കരമായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്, ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് ആക്ച്വലി സ്കൂളിൽ തന്നെ തുടങ്ങണം. അബൌട്ട് ദിസ് ടോപ്പിക്, സെക്സ് എഡ്യൂക്കേഷൻ മക്കളിൽ തന്നെ തുടങ്ങണം. അപ്പോ സിൻസ് ഇറ്റ്സ് ഇന്ത്യൻ സിസ്റ്റം, പക്ഷെ അബ്രോഡ് എഡ്യൂക്കേഷൻ എല്ലാം വന്നിട്ട് ഇറ്റ്സ് എ ബ്രോഡ് നോർമൽ തിങ്സ്. നോർമൽ തിങ്സ്. ആൻഡ് ഓൾസോ ടീച്ചേഴ്സ് ആർ വെരി എഡ്യൂക്കേറ്റഡ്. അപ്പൊ തന്നെ ഒരു 8th സ്റ്റാൻഡേർഡിൽ 8th ഗ്രേഡ് 9th ഗ്രേഡിൽ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഓപ്പൺ ആയിട്ട് അവര് പഠിപ്പിക്കും. ബട്ട് ഇൻ ഇന്ത്യൻ സിസ്റ്റം, ഇൻ ഇന്ത്യൻ നമ്മുടെ സ്കൂളില് ബയോളജി പഠിക്കുന്ന സമയത്ത് ഇന്ന് ഗേൾസിന്റെ വെജൈനെ പറ്റിയോ എന്തെങ്കിലും ഒരു ഇത് വന്നെങ്കിൽ അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പഠിപ്പിക്കാണ്ട് അവര് ടീച്ചേഴ്സ് ഇറ്റ്സെൽഫ് ഭയങ്കര നാണാണ്, അവർക്ക് സംസാരിക്കാൻ നാണക്കാണ്. കാരണം ഇവിടുത്തെ ആൾക്കാരുടെ കൾച്ചർ അങ്ങനെയാണ്, അവർ ആ രീതിയിലേ ചിന്തിക്കുള്ളൂ. So but നമുക്ക് മാറണം. Everything we have to change. So ഇന്ന് നമ്മൾ about sex life പറ്റി സംസാരിക്കാം. Sex life in relation. In relationship. അത് നമ്മൾ എത്രത്തോളം നമുക്കത് ആവശ്യമുണ്ടെന്നാണ് ഇന്നത്തെ വ്ളോഗിൽ പറയാൻ പോകുന്നത്. So sex പറഞ്ഞെങ്കിൽ it's not only about male and female getting into physical touch. പിന്നെ sex life is also about love. It's no, like it's about love. പക്ഷേ ഇങ്ങനെ direct, like some couples no direct they'll get into sex. So അങ്ങനെ ചെയ്യാൻ പാടില്ല. They have to just understand each other, give that mood, that feelings to each other. പിന്നെ with love only, that only called love. Only for sex നമ്മൾ റിലേഷനിൽ ഇത് കൊണ്ടുവരരുത്. അതായത് എന്റെ സാറ്റിസ്ഫാക്ഷൻ തീർക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കല്യാണം കഴിക്കുന്നത്. പെൺകൾക്ക് മാത്രം സാറ്റിസ്ഫാക്ഷൻ വേണമെന്ന് ഇല്ല, പെൺകൾക്കും സാറ്റിസ്ഫാക്ഷൻ വേണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് രണ്ടാളും അതാരും ചിന്തിക്കാത്ത കാര്യമാണ്. കാരണം മെൻസിന്റെ ഇത് കഴിയുമ്പോൾ, അതായത് ഇത് പുറത്ത് വന്നതിന് ശേഷം അവര് പോവും. കാരണം അപ്പൊ നമ്മുടെ വൈഫിന് അത് അവര് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് മെൻ ചിന്തിക്കുന്നില്ല. കാരണം അവർക്ക് ചില ആണുങ്ങൾക്ക് ഇത് പെട്ടെന്ന് വരും, അല്ലെ? പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓക്കെ, അവര് മൂഡ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ ഇരുന്നിട്ട് പോകും. പക്ഷേ അതായത് സ്ത്രീകൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അവർ some men's മരിക്കും, I mean forget, മറക്കും. some men മറക്കും ഭാര്യയോട് ചോദിക്കാൻ സാറ്റിസ്ഫൈഡ് ആണോ, പ്ലെഷർ, ആർ യു ഓക്കെ, ആർ യു സാറ്റിസ്ഫൈഡ്, സമാധാനായ. അങ്ങനെയല്ല. ഇപ്പോ അധികം ഇന്ത്യയിൽ നിന്ന് എടുത്തു പറയുകയാണെങ്കിൽ ഒരു 85 ലേഡീസും സാറ്റിസ്ഫൈഡ് അല്ല കല്യാണം കഴിക്കുന്ന ആണെന്ന് വെച്ചാൽ. കാരണം അവന്റെ ആവശ്യം കഴിയുമ്പോൾ അവൻ ഇട്ടേച്ച് പോകും. അതായത് സെക്സ് കഴിഞ്ഞ ശേഷം അവൻ ഓക്കെ, എനിക്ക് ഓക്കെ ആണ് എന്നിട്ട് അവൻ പോകും. ഇവളുടെ സാറ്റിസ്ഫാക്ഷൻ നോക്കാണ്ട് എഴുന്നേറ്റ് പോകുമ്പോൾ
ഈ പെണ്ണ് എന്ത് ചെയ്യുന്ന വെച്ചാല് It is like അല്ല ഈ പെണ്ണ് യൂസ്ഡ് പോലെ ഈ പെണ്ണ് എന്ത് ചെയ്യുന്ന വെച്ചാല് വേറെ ആണുങ്ങളുടെ അടുത്തേക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടിട്ട് സാറ്റിസ്ഫൈ കിട്ടും, അവിടെ പോവും. അതാണ് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാരണം പെൺകുട്ടികൾക്കും ഉണ്ട് അവരുടേതായ അവര് പ്ലഷർ വേണം. അത് കൊടുക്കാത്ത പക്ഷമാണ് വേറെ ആണുങ്ങളുടെ അടുത്തേക്ക് പോകുന്നത്. ഇതൊരു കാര്യം. ദർ ഈസ് അനദർ വേ ഓൾസോ. ഞാൻ റീസെന്റ് ഒരു റീൽ നോക്കി വേർ പാർവതി ഇസ് ദേർ നോ സെലിബ്രിറ്റി. സോ പാർവതി മേനോൻ, പാർവതി നമ്പ്യാർ, പാർവതി നിഞ്ചിക്കുലെ ഐ മീൻ സോറി വിത്ത് ധനുഷ്. പാർവതി ഉയരെ സിനിമയിലെ നടി. അവര് എന്താ പറയുന്നെങ്കിൽ ഇന്ത്യൻ സിസ്റ്റമിൽ ഇന്ത്യൻ ഫാമിലി ഫീമെയിൽ സംസാരിക്കാന് ആക്ച്വലി അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു പോലും പാർവതിക്ക്. സോ ഷീ ഹാഡ് ഒരു ലംപ് പോലെ ഇവിടെ സ്വല്ലനായിട്ടുണ്ട്. അപ്പോ മദർ helped her to drape saree. That time mother asked, what is this? For me it's not like this. She thought every woman has illa pengalku angane undu chindichu polo, പക്ഷേ only she had. Then she got to know she had a breast cancer. Silent ആക്കിട്ട് വരാം. Okay, sorry for the inconvenience. കോൾ വന്നതാണ്. സോ അവർക്ക് ഇവിടെ ലംപ് ഉണ്ട്. അപ്പോൾ മദർ പറഞ്ഞു നമുക്ക് എനിക്കില്ല, ഓൺലി യു ഹാവ് ഗോട്ട്. ദെൻ അപ്പോൾ ഡയഗ്നോസ് ചെയ്തിട്ട് മനസ്സിലാക്കി ഷീ ഹാസ് എ ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ ഷീ ഈസ് സേയിങ് ദാറ്റ് ഫീമെയിൽ ബോഡി a mother should teach a daughter. Usually they have to teach how the body parts are, like how we should take care of the personal things. Even inside house only they never talk about body things, about good things, about even parents should teach you, tell bad touch good touch now only na has come. Like 10 years ago ippo thane bad touch anda good touch anda ippo vannittund education. പക്ഷേ ഫീമെയിൽ ആയിട്ട് ഇരുന്നിട്ട് സംസാരിക്കണോ, ലൈക്ക് പീരിയഡ്സ് ടൈമിൽ എങ്ങനെ ഉണ്ടാവണം, ബ്ലഡ് ഫ്ലോ എങ്ങനെ ആവും. എനിക്ക് എസ്പെഷ്യലി when I got my first periods, അപ്പോ എൻ്റെ ഗ്രാനി എൻ്റെ അമ്മയെല്ലാം കുറച്ച് നാണം എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതങ്ങനെ അതിങ്ങനെ. they were not openly ഒരു ബ്രേവ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവണോ. ഇപ്പോൾ ഞാൻ വന്നിട്ട് എൻ്റെ സിസ്റ്റേഴ്സ്ക്കെല്ലാം ഒരു ബ്രേവ് ആയിട്ട് ഞാൻ പറയും, യൂസ് ദിസ് വൺ, യൂസ് സ്റ്റേ ഫ്രീ ഓർ യൂസ് ദിസ് പാഡ്, ദിസ് മേക്സ് യു കംഫർട്ടബിൾ. പക്ഷേ നമ്മൾ അമ്മ എൻ്റെ ഗ്രാനി എല്ലാം കുറച്ച് ലൈക്ക് ഷൈ ടൈപ്പ് പണ്ടത്തെ ആൾക്കാരല്ലേ. യെസ്. സോ അതെല്ലാം ബ്രേക്ക് ആക്കണം നമ്മൾ. ഫ്രണ്ട് ഓഫ് ഇപ്പോൾ വീട്ടിൽ അന്യൻ ഉണ്ടെങ്കിൽ അച്ഛൻ ഉണ്ടെങ്കിൽ, ഞാനല്ല എനിക്ക് പീരിയഡ്സ് ആയെങ്കിൽ എൻ്റെ അച്ഛനക്ക് ഞാൻ പറയൂല, നാണക്കേട് എന്തെങ്കിൽ മൈ മദർ ഹാസ് തോട്ട് മീ ലൈക്ക് ദാറ്റ്. സോ എൻ്റെ അച്ഛനക്ക് ഞാൻ അച്ഛ എനിക്ക് ഇന്ന് പീരിയഡ്സ് ഇല്ല. അച്ഛ ഒരു ടൈം എന്നെ ചോദിച്ചു, പൂജ റൂമിൽ പോയിട്ട് പൂജ ചെയ്യ്, ഇന്ന് ഫ്രൈഡേ അന്ന്. പക്ഷെ അന്ന് എനിക്ക് പീരിയഡ്സ്, എനിക്ക് പറയാൻ പറ്റൂല അച്ഛനക്ക് അച്ഛാ എനിക്ക് പീരിയഡ് ഇന്ന്, ബിക്കോസ് എനിക്ക് നാണമുണ്ടായിരുന്നു. സോ അതിൽ ചില വീട്ടിൽ, ഈ വീട്ടിൽ എസ്പെഷ്യലി ഞാൻ കല്യാണമായിട്ട് വന്നിട്ട് ശേഷം ഫസ്റ്റ് പീരിയഡ് ആവുമ്പോൾ അമ്മുക്കുട്ടി അച്ഛനടുത്ത് പറയണു അവൾക്ക് മെൻസസ് ഉണ്ടെന്ന്. ഐ വാസ് സോ ഷോക്ക്. അപ്പോൾ എനിക്ക് പാഡ് വേണമായിരുന്നു. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് അച്ഛനെ വിളിച്ചിട്ട് ചോദിക്കുക, എനിക്കല്ല എൻ്റെ അച്ഛനെ കൊണ്ടുവരും. അതിലെന്താ, ഞാൻ ഷോക്കായി സീരിയസ്ലി. ബിക്കോസ് എൻ്റെ അച്ഛനക്കല്ല ഞാൻ ഇതുവരെ പാഡ് വേണോ അച്ഛാ, ഇല്ല എനിക്ക് പീരിയഡ് ആയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സോ ചോദിക്കാം. സോ കുറെ വീട്ടിൽ ഇങ്ങനെ ഓപ്പൺ ടൈപ്പ് മൈൻഡ് എല്ലാം ഉണ്ട്, പക്ഷെ ചില വീട്ടിൽ ഇങ്ങനെ ഓപ്പൺ കോൺവെർസേഷൻ ഇല്ല. സോ വാട്ട് ഐ ട്രൈങ് ടു ടെൽ ഇസ്, ഇതെല്ലാം നോർമലൈസ് ആക്കണം ഇപ്പൊ തന്നെ. ലൈക്ക് ഒരു പെൺകുട്ടിക്ക് പീരിയഡ്സ് ആയെങ്കിൽ ലൈക്ക് ബോഡി പാർട്സ് പറ്റി മദർ ആൻഡ് ഡോട്ടർ സംസാരിക്കണം. ദിസ് ആൻഡ് ഓൾ ഷുഡ് ഗെറ്റ് നോർമലൈസ്. ദാറ്റ് ഈസ് ഓൾസോ കം അണ്ടർ സെക്സ് ലൈഫ് ഓൺലി. സോ വേറെ കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളൊരു പാർട്ണറായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പല കാര്യത്തിലും നമ്മൾ നീറ്റ് ആവാനുണ്ട്. അതായത് നമ്മൾ വൃത്തിയാവണം, നമ്മൾ ക്ലീൻ ആയിരിക്കണം. അതായത് ആ ക്ലീൻ ഇല്ലെങ്കിൽ സെക്സ് ലൈഫിനെ ഒരുപാട് ബാധിക്കും. ഇൻട്രസ്റ്റ് പോവും. നമ്മളെ എല്ലാ പ്രൈവറ്റ് പാർട്സും നമ്മൾ ശുദ്ധമായിട്ട് വെക്കണം. അത് നോട്ട് ഓൺലി ഫോർ സെക്സ് ബെനിഫിറ്റ്, ഹെൽത്ത് ബെനിഫിറ്റും നല്ലതാണ്. പക്ഷെ സെക്സിനെ പറ്റി പറയുകയാണെങ്കിൽ അതും ഒരു കാരണമാണ് പാർട്ട്നേഴ്സ് തമ്മിൽ സെക്സ് ചെയ്യാത്തത്. കാരണം അവിടെ ബാഡ് സ്മെല്ല് വരുമ്പോൾ, നമ്മൾ പണ്ടറാമാണെങ്കിലും
താഴെയാണെങ്കിൽ എല്ലായിടത്താണെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്ത് ഷേവ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കാം. എപ്പോഴും സെക്സ് ചെയ്തില്ലെങ്കിലും നീറ്റായിട്ട് വെക്കാം. പിന്നെ നമ്മൾ പ്രൈവറ്റ് പാർട്സ് നമ്മൾ യൂറിൻ ചെയ്തതിന് ശേഷം വാഷ് ചെയ്യാൻ നോക്കാം. എനിക്കറിയാവുന്ന ഒരുപാട് ബോയ്സ് ഒന്നും വാഷ് ചെയ്യാറ് പോലും ഇല്ല അവിടെ. എനിക്കിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലൊക്കെ പറയാനാണെങ്കിൽ ആരും ഞാൻ വാഷ് ചെയ്യുന്ന കാണാറില്ല. ഞാനാണെങ്കിൽ എപ്പോഴും യൂറിൻ ചെയ്തതിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കും. പക്ഷെ പലരും വാഷ് ചെയ്യാറില്ല. അവരങ്ങനെ തന്നെ അണ്ടർവെയറിൻ്റെ അകത്തേക്ക് ഇട്ട് വയ്ക്കും. അതൊക്കെ ഭയങ്കര മോശമാണ്. അത് സെക്സ് ലൈഫിന് മാത്രമല്ല നമ്മുടെ അവിടെ ബാക്ടീരിയ വരാനും പല രോഗങ്ങൾക്കും കാരണമാവും. അപ്പൊ അതൊക്കെ ഭയങ്കര നീറ്റാക്കി വെക്കാം. ആൻഡ് ഓൾസോ ഫീമെയിൽസ് വന്നിട്ട് എവറി ഡേ വി വാഷ് ലൈക്ക് പ്രൈവറ്റ് പാർട്ടിക്ക് തന്നെ വജൈന വാഷ് തന്നെ കിട്ടും. അപ്പോൾ അത് ദിവസം ഉപയോഗിക്കാം. ദാറ്റ് ഓൾസോ ബിക്കോസ് ഇപ്പോൾ നോർമൽ ഫീമെയിൽ ആൺകൾ വന്നിട്ട് വാഷ്റൂം പോകുമ്പോൾ നിന്നിട്ട് അവർക്ക് പീ ചെയ്യാം. പക്ഷെ നമുക്ക് ഇരുന്നിട്ട് ചെയ്യണം. അപ്പോൾ വെൻ വി യൂസ് പബ്ലിക് ടോയ്ലറ്റ്സ് ആൻഡ് ഓൾ ഇറ്റ്സ് വെരി അൺഹൈജീനിക് അല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിൽ വന്നിട്ട് വി വാഷ് ഉപയോഗിക്കാം ദിവസം. ആൻഡ് ഓൾസോ ആഫ്റ്റർ യുവർ ഫിസിക്കൽ what they say baby, after that physical intimacy with your partner adayitte shesham we wash ubeykanam. It's very important to keep your vagina very neat. Yes, അതും ഒരു കാരണമാണ് പല പാർട്ട്നേഴ്സും നിങ്ങളോട് സെക്സിന് താല്പര്യമില്ലാത്തത്. അവർ ചിലപ്പോൾ പറയാൻ മടിയായിരിക്കും, ക്ലീൻ അല്ല, ബാഡ് സ്മെല്ലാണ്. അതുകൊണ്ടാണ് അത് പറയില്ല അവർ. നിങ്ങൾക്ക് ഇവരെന്താ എൻ്റെ കൂടെ ഒന്നും ചെയ്യാത്തത്, കല്യാണം കഴിഞ്ഞിട്ട്, അതാണ് അത് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഇത് നമ്മൾ നിങ്ങൾ ലൈക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ദാറ്റ് മടുത്തു ചെയ്യാൻ, ദാറ്റ് മീൻസ് നിങ്ങൾ കണക്ഷൻ അവിടെ ഡിക്രീസ് ആവും. സോ ചില കപ്പിൾസ് കല്യാണം കഴിഞ്ഞ ശേഷം 1 വർഷം 2 വർഷം കഴിയുമ്പോൾ എനിക്ക് എന്റെ ഭാര്യ മടുത്തു, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവിന് മടുത്തു എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. എക്സാക്ട്ലി, അത് ഉണ്ടാവാൻ പാടില്ല. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡേ വൺ നിങ്ങൾ എങ്ങനെ ഏത് മൂഡിൽ ചെയ്തോ ആ മൂഡ് തന്നെ നിങ്ങൾ എത്ര 6 വർഷം 3 വർഷം 5 വർഷമായി അതേ മൂഡ് തന്നെ നിങ്ങൾ ഉണ്ടാവണം ചെയ്യപ്പോ. ബിക്കോസ് ദാറ്റ് ഈസ് വെയർ ഇറ്റ് വിൽ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ ബോണ്ടിങ് എങ്ങനെയുണ്ട്, നിങ്ങൾ ആ ഫിസിക്കൽ ഇന്റിമസി ബിറ്റ്വീൻ യു ബോത്ത് എങ്ങനെയുണ്ടെന്ന്. ദാറ്റ് ഈസ് വെയർ ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ അത് ഇല്ലെങ്കിൽ, ആ ജോഷ് ഇല്ലെങ്കിൽ, ഇന്ന് ചെയ്യണം, ആ ജോഷ് ഇല്ലെങ്കിൽ, ദാറ്റ് മീൻസ് യു സംവെയർ ലോസ്റ്റ് ഇൻട്രസ്റ്റ് വിത്ത് ദ ഓപ്പോസിറ്റ് പാർട്ട്ണർ. അപ്പൊ അത് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ഓപ്പൺ ആയിട്ട് നിങ്ങൾ പാർട്ട്ണറോട് പറയണം, ലൈക്ക് ക്ലീൻ ആക്കണം. ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് ഓക്കെ, ജസ്റ്റ് ടെൽ ഹർ ഓപ്പൺലി, സോ ദാറ്റ് അവർ ചില ആൾക്കാർക്ക് അത് ഇഷ്ടാവാണ്ട് ബാഡ് ഫീൽ ആയിട്ട് പറഞ്ഞതിന് ശേഷം ബാഡ് ഫീൽ ആവും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അത് പോസിറ്റീവ് ആയിട്ട് നമുക്ക് എടുക്കണം. ബിക്കോസ് we have to satisfy each other alle. That is only very important. Ipo every creation in this planet, even the trees have even trees reproduce flowers through having sex only. Even birds are having sex. Even animals are having sex. Each and everything individual which is living creature in this planet have sex. So ningal chindikapattu sex etra important in relation. So that is why we just took this bold topic and we are talking. And to keep a happy relationship, sex is very important. After marriage, not before marriage. Before marriage before marriage living together ചെയ്യുന്നവരൊക്കെ ഇഫ് യു ആർ റെഡി ടു മാരി ദാറ്റ് പേഴ്സൺ അപ്പൊ ചെയ്തോ. ഇപ്പോഴത്തെ റിലേഷൻ വെച്ചാല് അതുണ്ടെങ്കിലേ അല്ല ലിവിങ് ടുഗദർ ചെയ്യും, സെക്സിലൊക്കെ ഏർപ്പെടും, എന്നിട്ട് എനിക്ക് ഇഷ്ടമായില്ല, നമുക്ക് പിരിയാം, അടുത്ത ആളായിട്ട് ലിവിങ് ടു. അത് പിന്നെ അല്ല അതിനൊക്കെ സേഫ്റ്റി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞൊരു കാര്യം വെച്ചാല് ലിവിങ് ടുഗദർ ആണ് ഇപ്പോഴത്തെ ന്യൂജൻ കിഡ്സ്. എനിക്ക് അത് സിംറ്റംസ് ഉണ്ട്. എന്താ അറിയോ, ഇപ്പോ ഒരു ഫീമെയിൽ വന്നിട്ട് കുറേ ആൺകൾ കൂടെ സെക്സ് ചെയ്തെങ്കിൽ ഇൻ ദ ഫ്യൂച്ചർ അവൾക്ക് യൂട്രസ് പ്രോബ്ലം വരും. എങ്ങനെയുണ്ടെങ്കിൽ ലൈക്ക് ആഫ്റ്റർ കല്യാണമായിട്ട് ഷീൽ മാരി വൺ പേഴ്സൺ, ആഫ്റ്റർ ഹാവിങ് ബേബി, ആഫ്റ്റർ വെൻ ഷീ ഈസ് ഇൻ 30-40 years ഏജ്, അവർക്ക് യൂട്രസ് പ്രോബ്ലം, യൂട്രസ് വന്നിട്ട് വീക്ക് ആവും, പിന്നെ ഗർഭകോശ എടുക്കുമെന്ന് ഡോക്ടർ പറയും, പിന്നെ പീരിയഡ്സ് വന്നിട്ട് ഓവർ ബ്ലഡ് ഫ്ലോ ആവും ആ ഏജിൽ, പിന്നെ ഡോക്ടേഴ്സ് തന്നെ പറയും ബെറ്റർ ടു ടേക്ക് യൂട്രസ്, ഇല്ല ഫാബ്രോയിഡ് അങ്ങനെയെല്ലാം ആവും. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എസ്പെഷ്യലി ഫീമെയിൽ ടു കീപ് her uterus very very healthy. So I think that is why I'm trying to tell,
നിങ്ങൾ ഇന്റിമസി ഒരു ആൺ കൂടെ തന്നെ വെക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് യുവർ യൂട്രസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ സ്ട്രഗിൾ ചെയ്യും. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് സെക്സ് ചെയ്തെങ്കിൽ. എന്താ, നമ്മൾ സ്ട്രെസ് കുറയും. ആൻഡ് ഓൾസോ ഓൾ ദി ബിക്കോസ് നമ്മൾ ഒരു കൈൻഡ് ഓഫ് ഹാർമോൺ പുറത്ത് റിലീസ് ആവുമല്ലോ, അപ്പോൾ ദി ബ്ലഡ് ഫ്ലോ ഇൻ ദി ബോഡി വിൽ ബി വെരി നൈസ്. പിന്നെ ഈ ചില ആൾക്കാർക്ക് മടുക്കും സെക്സ് ചെയ്തിട്ട്, ഒരു പാർട്ട്ണറായിട്ട് സെക്സ് ചെയ്ത് അവർക്ക് മടുക്കും. അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? സെക്സ് ചെയ്ത കാരണം അവർക്ക് ഭാര്യയായിട്ട് താല്പര്യമില്ല, അല്ലെങ്കിൽ ഭർത്താവായിട്ട് എനിക്കിന് താല്പര്യമില്ല. കാരണം പിന്നെ അവർക്കൊന്നും പറയാനും പറ്റില്ല. അവരുടെ മെന്റാലിറ്റി ആണ്. എന്നാലും അതിന് വേറെ വഴികളോ ഒന്നുമില്ല. ഉണ്ട്. They have to start loving them again. അത് ശരിയാണ്. ലവ് ചെയ്യുമ്പോഴാണ്, ലവ് കുറയുമ്പോഴാണ് സെക്സിലും ഇൻട്രസ്റ്റ് കുറയും. അത് സത്യമാണ്. അത് ലവ് നിങ്ങൾ ആദ്യം യു ഹാവ് ടു സ്റ്റാർട്ട് ലവിങ് യുവർ പാർട്ട്ണർ ഇൻ സെയിം വേ. സ്റ്റാർട്ടിങ് നിങ്ങൾ എങ്ങനെ സ്നേഹിച്ചോ അങ്ങനെ തന്നെ ആദ്യം സ്നേഹിക്കണം. പിന്നെ സെക്സ് ചെയ്യുമ്പോൾ ആ മൂഡ് വരും. സോ ദാറ്റ് ഈസ് ഹൗ ദി സെക്സ് ലൈഫ് ബിൽഡ്സ്. സെക്സ് ലൈഫ് ബിൽഡ്സ് ഓൺലി ത്രൂ ലവ് ബേബി. അത് സത്യം തന്നെ. സോ ഡു യു ലവ് മീ? യെസ്. നമ്മൾ ഇപ്പം 3 വർഷമായി. മടുത്തില്ലല്ലോ എന്നെ? എനിക്കും കീർത്തൂട്ടി മടുത്തിട്ടൊന്നുമില്ല. എനിക്ക് ഇനിയും ഒരു 10-50 വർഷം കഴിഞ്ഞാലും കീർത്തൂട്ടി മടുക്കില്ല. കാരണം നമ്മളെ ലവ് അങ്ങനെയാണ്. നമ്മുടെ ലവ് അത് എത്ര പേര് ഇങ്ങനെ ഒരു ലവ് റിലേഷൻ ഉണ്ടെന്ന് നമുക്കറിയില്ല, അല്ലേ? നമ്മുടെ ലവും കെയറിങ്ങും അത് ഉള്ളത് കൊണ്ട് നമുക്ക് സെക്സ് ലൈഫിലും നമ്മൾ ഹാപ്പിയാണ് രണ്ടുപേരും. ചില ആൾ പറയാറുണ്ട്, സെക്സ് ആണോ വലുത്? അതല്ലല്ലോ, അതിനുപരി സ്നേഹമല്ലേ വലുതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. ആക്ച്വലി അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. സെക്സ് അല്ല വലുത്, ലവ് ആണ്, കെയറിങ് ആണ്. അല്ല, സെക്സ് ആണ് ഏറ്റവും വലുത് റിലേഷനിൽ. സത്യമാണ് പറയുന്നത്. സെക്സ് ആണ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ടാണ് ലവ്, വന്നിട്ടാണ് സെക്സ് വരിക. പക്ഷെ ലവ് വന്നതിന് ശേഷം പിന്നെ സെക്സ് ആണ് ഏറ്റവും വലുത്. പിന്നെയാണ് നമ്മളെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടത്. സെക്സ് നിങ്ങൾ നല്ല ഹൈ ലെവലായിട്ട് പ്യൂറായിട്ട് വെക്കുക. അതിനുശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. നിങ്ങളുടെ സെക്സ് ലൈഫ് എന്താണെന്ന് കമന്റ് ബോക്സിൽ പറയാം. Okay. You have to normalize this topic. യാരെങ്കിലും അയ്യേ ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ മെന്റാലിറ്റി. നിങ്ങൾ മെന്റാലിറ്റി അതെ, ബിക്കോസ് വി ആർ ഇൻ ടു 2026, 21st century. 80s ലേഡീസിനെയും പുരുഷന്മാരെ പോലെ സെക്സ് ഒന്നും ഇനി പാടില്ല. പരസ്പരം സാറ്റിസ്ഫൈ ചെയ്ത് സെക്സ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ പാർട്ട്ണർ സാറ്റിസ്ഫൈഡ് ആണോന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം മാത്രമേ ബെഡിൽ നിന്നിട്ട് പോകാൻ പാടുള്ളൂ. അല്ലാണ്ട് അവിടെ നിന്ന് എഴുന്നേക്കാൻ പാടില്ല. രണ്ടുപേരും ഹാപ്പി ആയതിനു ശേഷം മാത്രം സെക്സ് നിർത്താം. ചെയ്ത് തുടങ്ങിയിട്ട്. You need to normalize this, guys. എല്ലാരും ഇത് ഒരു നോർമൽ ടോപ്പിക് പോലെ എടുക്കണം and സംസാരിക്കണം. ആൻഡ് ഓൾസോ വിത്ത് യുവർ കിഡ്സ്, വിത്ത് യുവർ ചിൽഡ്രൻ, അവർ കൂടെ സംസാരിക്കണം. നോട്ട് അബൌട്ട് സെക്സ് ലൈഫ്. സെക്സ് ലൈഫ് അല്ല, അവരെ മുമ്പിൽ തന്നെ ചില പാരന്റ്സ് കിസ് ചെയ്യുമ്പോഴും ഹഗ് ചെയ്യുമ്പോഴും കുട്ടികൾ കാണാൻ പാടില്ല. അത് ഭയങ്കര മോശമാണ്. ഇപ്പോഴും ഉണ്ട്. നമ്മളിപ്പോ ഒരു വീഡിയോയില് പിന്നെ ജസ്റ്റ് ഹഗ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ കിസ് ചെയ്യുന്നതോ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാല് കുട്ടികൾ നോക്കുന്നതാണ്. കുട്ടികൾ കുറെ കമന്റ് വരും, അടിക്കാനാ തോന്നുന്നത്. മണ്ടന്മാരാണ് നിങ്ങള്. കുട്ടികൾ നോക്കട്ടെ, അവരിത് കണ്ട് പഠിക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ, കുട്ടികൾക്ക് നിങ്ങൾ എന്തിനു മൊബൈൽ കൊടുക്കുന്നുണ്ട്? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള വീഡിയോസ് അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാലം മാറി, ഇനിയിപ്പോ അത് കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല. ഓക്കെ, കൊടുക്കട്ടെ. കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ. നോർമലായിട്ട് ഒരു കിസ് ചെയ്യുമ്പോ തന്നെ നിങ്ങൾ കുട്ടികൾ കാണും. ഇതൊക്കെ കുട്ടികൾ കണ്ട മോശമല്ലേ? ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ അച്ഛനും അമ്മയും കുട്ടികളെ മുമ്പ് തന്നെ ഇരുന്ന് നിങ്ങളെ റൊമാൻസ് കാണിക്കുക. അവർ കണ്ട് വളരട്ടെ. ഇങ്ങനെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞാലും എൻ്റെ ഭാര്യ ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് വെച്ചാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്നവർ പഠിക്കട്ടെ. Yes, you have to show that good romantic, not bad romantic, like hugging each other, like kissing on cheeks when you going out. Yeah, that before that give a kiss to your partner. Yeah, a caring mottham parnittu kodukkanam and kaamikkanam. That is how the children grows through love, caring and with good knowledge. Yes. appo ningal kutti indi ipo venda anganella cheyidengil ഒരിക്കലും ചെയ്യരുത്. then eppo kuttigal padikkum after they become big.
സോ ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ആരും ഒന്നുകിൽ നിങ്ങളുടെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്ന സ്റ്റോപ്പ് ചെയ്യുക. അമ്മാതിരി വൃത്തിയായിട്ട പാരൻസ് ഉണ്ടെങ്കിൽ കുട്ടികളൊന്നും കാണാൻ പാടില്ല, ഒരു കവള് തുമ്മോക്കുന്നവരെ കാണാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന പാരൻസ് ആണ് കേരളത്തിലും ഇന്ത്യയിലും മൊത്തം ഉള്ളത്. കാരണം കുറെ കമന്റ്സ് മലയാളീസ് തന്നെ ആണ് കുറെ കമന്റ്സ് പറയാ, നിങ്ങൾ എന്ത് വൃത്തിയാണ് കാണിക്കുന്നത്, ഇത് കുട്ടികൾ നോക്കുന്ന എല്ലാവരും കാണില്ലേ. പിന്നെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കണ്ട, ദാറ്റ് ഈസ് വാട്ട് ഐ ആം ട്രൈയിങ് ടു ടെൽ. മൊബൈൽ കൊടുക്കരുത്. ടിവി കൊടുത്തോ, കാർട്ടൂൺ നോക്കട്ടെ. ഇഫ് യുവർ കിഡ് അത്ര നല്ല കുട്ടി നിങ്ങൾ അത്ര നല്ല കുട്ടിയെ വളർത്തരുത്. വേണമെങ്കിൽ അവര് മൊബൈലിൽ കൊടുക്കണ്ട. ഈ മൊബൈലിൽ നമ്മൾ വീഡിയോ അല്ല, കുറെ വീഡിയോസ് ഇങ്ങനെ വരും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം വേണം അവർക്ക് ഇതൊക്കെ കാണാൻ. ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പോഴത്തെ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയൊന്നും ചെറിയ കുട്ടിയൊന്നും അല്ല. അവരുടെ മൈൻഡൊക്കെ ഭയങ്കര ഇതാണ്. ഈ കാലത്തെ കുട്ടികൾ നമ്മളെ പോലെ അല്ല, വെരി ഷാർപ്പ് മൈൻഡ്. ഇപ്പൊ ഇന്നത്തെ ടോപ്പിക് ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾ ശരികൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. നല്ലൊരു കപ്പിളായിട്ട് എല്ലാവരും മാറട്ടെ. മനസ്സിലായവരെ ഇത് കണ്ടിട്ട് നല്ലൊരു കപ്പിളായി മാറട്ടെ. സോ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ എന്താ സംസാരിക്കണം, അത് നിങ്ങൾക്ക് എന്തെങ്കിലും കപ്പിൾസിന്റെ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അതും കമന്റ് ബോക്സിൽ കമന്റ് ഇടാം. നമ്മൾ അതുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും. Exactly. So thank you for watching today's vlog and see you in next vlog. Bye.